അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള നെയ്യാറ്റിൻകര മുക്കുന്നിമലയിലെ അനധികൃത പാറഖനനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 മുൻ ജില്ലാ കളക്ടർമാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന വിജിലൻസ് കണ്ടെത്തൽ. ഖനനം നടക്കുന്ന 350 ഏക്കർ സർക്കാർ ഭൂമി പിടിച്ചെടുക്കണമെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ആവർത്തിച്ചുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ IAS ഉദ്യോഗസ്ഥരായ KN സതീഷ്, ബിജു പ്രഭാകർ എന്നിവരെ പ്രതികളാക്കി വിജിലൻസ് ഉടൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 1998 മുതൽ അനധികൃത ഖനനം നടക്കുന്ന മുക്കുന്നിമലയിലെ 350 ഏക്കർ സർക്കാർ ഭൂമി ഏറ്റെടുക്കണമെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം ജില്ലാ കളക്ടർമാരായിരുന്ന KN സതീഷും ബിജു പ്രഭാകറും അവഗണിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഖനനഭൂമി ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി 2012-ലും 2013-ൽ 2 തവണയും ലാൻഡ് റവന്യൂ കമ്മീഷണർ തിരുവനന്തപുരം ജില്ലാ കളക്ടർമാർക്ക് കത്തെഴുതിയിരുന്നുവെന്നും മുക്കുന്നിമല അനധികൃത ഖനനം അന്വേഷിക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് കണ്ടെത്തി. 2011 നവംബർ 24 മുതൽ KN സതീഷും 2013 ഫെബ്രുവരി 13 മുതൽ ബിജു പ്രഭാകറും തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരായിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുവരുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല. വിശദമായ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ റബിയത്ത് നടത്തിവരുന്ന അന്വേഷണത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ. 2013 ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ബിജു പ്രഭാകരന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കത്തയച്ചുവെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് 2014 മാർച്ച് 5-ന് വീണ്ടും കത്തയച്ചു. ഈ കത്തുകൾ തെളിവായി വിജിലൻസ് കണ്ടെടുത്തു. വൻകിട കോറികൾക്ക് നിർബാധം റവന്യൂ ഭൂമിയിൽ ഖനനം നടത്തുന്നതിന് വേണ്ടിയാണ് ബിജു പ്രഭാകർ കത്ത് അവഗണിച്ചതെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതേ കൃത്യവിലോപമാണ് ബിജുവിന് മുൻപ് ജില്ലാ കളക്ടറായിരുന്ന KN സതീഷും സ്വീകരിച്ചതെന്ന് വിജിലൻസ് വിലയിരുത്തുന്നു. ഈ നടപടി തികഞ്ഞ വീഴ്ചയും ബോധപൂർവം സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തുന്നതുമാണെന്നാണ് കണ്ടെത്തൽ. അഴിമതി നിരോധന നിയമം 13(1)D പ്രകാരം ഇരുവരെയും പ്രതിയാക്കാൻ വിജിലൻസ് തീരുമാനിച്ചു. റിപ്പോർട്ട് ഉടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് കൈമാറും. കൂടുതൽ റവന്യൂ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതിയാകും. ഇതിനകം 35 കോറി ഉടമകളെയും പള്ളിച്ചൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുൾപ്പെടെ 5 പേരെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. റിസർവ് വനമായിരുന്ന മുക്കുന്നിമലയിലെ 350 ഏക്കർ പ്രദേശം തദ്ദേശീയർക്ക് റബ്ബർ കൃഷിക്ക് വേണ്ടി 1961-ൽ റവന്യൂ വകുപ്പിന് സർക്കാർ കൈമാറി. ഇത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയിലാണ് തദ്ദേശീയർക്ക് 3 ഏക്കർ വീതം പതിച്ചു നൽകിയത്. എന്നാൽ വ്യവസ്ഥ ലംഘിച്ച് സ്ഥലമുടമകൾ വൻകിട കോറി ഉടമകൾക്ക് ഭൂമി കൈമാറിയതോടെയാണ് ഇവിടെ വൻതോതിൽ ഖനനം ആരംഭിക്കുന്നത്. ഇതിനെതിരെ തദ്ദേശീയർ പ്രക്ഷോഭം ആരംഭിക്കുകയും വിജിലൻസ് അന്വേഷണം തുടങ്ങുകയുമായിരുന്നു. ബിജു ഗോപിനാഥ്, ന്യൂസ് 18, തിരുവനന്തപുരം.